ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നതിനെ പറ്റി പല വീഡിയോസും ഞാൻ നേരത്തെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇംഗ്ലീഷിൽ ഈ WH ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായത് ഹൂ, വാട്ട്, വൈ, വെയർ, വെൻ അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഒരേ പാറ്റേൺ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഹൂ, വാട്ട്, വിച്ച്, ഹൂസ്, പിന്നെ ഹൗ മെനി, ഇതൊക്കെ വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക പാറ്റേൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആകാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് അവസാനമുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് തുടങ്ങാം. നമ്മളിന്ന് നോക്കുന്നത് ഹൂ, വാട്ട്, വിച്ച്, ഹൂസ് ഒക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതിനു മുൻപ് മറ്റ് ക്വസ്റ്റ്യൻ വേർഡ്സ് ഇല്ലേ, വൈ, വെയർ, വെൻ, ഹൗ ഒക്കെ, അതൊക്കെ വെച്ച് എങ്ങനെയാണ് സാധാരണ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് നിങ്ങൾക്കൊരു പ്രാക്ടീസും ആവുമല്ലോ. അപ്പോൾ ഞാൻ മലയാളത്തിലൊരു ചോദ്യം ഇവിടെ കാണിക്കാം. നീ എന്തിനാണ് എന്നെ വിളിച്ചത്? ഇതാണ് ചോദ്യം. നീ എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചല്ലേ പറയുന്നത്, വിളിക്കുന്നത് എന്നല്ലല്ലോ ചോദിച്ചത്, പാസ്റ്റ് ടെൻസ് അല്ലേ. ഇതെങ്ങനെയാണ് നമ്മൾ ചോദ്യം ചോദിക്കുക? നമ്മൾ മലയാളത്തിൽ ചോദിച്ചത് എന്തിന് അല്ലെങ്കിൽ എന്താ എന്നെ വിളിച്ചതെന്നൊക്കെ ആയിരിക്കും. ശരിക്കും ഉദ്ദേശിക്കുന്നത് വിളിച്ചതിൻ്റെ കാരണമാണല്ലേ, എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക വൈ എന്നാണല്ലോ. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? വൈ ഡിഡ് യു കോൾ മീ? ശരിയല്ലേ? വൈ ഡിഡ് യു കോൾ മീ എന്നാണ് ചോദ്യം വരുന്നത്. വിളിക്കുക എന്നുള്ളതിനെ കോൾ എന്നാണ് പറയുന്നത്. വിളിച്ചത് എന്ന് പാസ്റ്റ് ടെൻസ് പറഞ്ഞത് കൊണ്ടാണ് വൈ ഡിഡ് യു കോൾ മീ എന്ന് ചോദിച്ചത്. മനസ്സിലായല്ലോ? പിന്നെ അവിടെ ശ്രദ്ധിച്ചോ, വൈ ഡിഡ് യു കോൾഡ് മീ എന്ന് പറഞ്ഞിട്ടില്ല. വൈ ഡിഡ് യൂസ് ചെയ്തത് കൊണ്ട് പിന്നെ കോൾ മാത്രം മതി. ആ വേർബിൻ്റെ ബേസ് ഫോം ഉണ്ടല്ലോ, CALL എന്ന ബേസ് ഫോം, അവിടെ ED ഒന്നും ചേർക്കാതെ നമ്മൾ ഉപയോഗിച്ചു. വൈ ഡിഡ് യു കോൾ മീ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? അതെങ്ങനെ ചോദിക്കും? ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതിന് ട്രബിൾ എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു വേർബായിട്ടാണ് ട്രബിൾ യൂസ് ചെയ്യുന്നത് കേട്ടോ, ബുദ്ധിമുട്ടിക്കുക. അതിനാണ് ടു ട്രബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നീ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിച്ചത് കൊണ്ട്, അതായത് പാസ്റ്റ് ടെൻസ് അല്ല അല്ലേ, പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ എന്താ പറയുക? വൈ ഡു യു ട്രബിൾ മീ? ശ്രദ്ധിച്ചോ, വൈ ഡു യു ട്രബിൾ മീ. അപ്പോൾ അവിടെയും വൈ ഡു കഴിഞ്ഞിട്ട് പിന്നെ ട്രബിൾ, ആ ബേസ് ഫോമാണ് യൂസ് ചെയ്തത്. അവിടെ ട്രബിളിൻ്റെ കൂടെ എസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വൈ ഡു യു ട്രബിൾ മീ, അതാണ് ചോദ്യം. അപ്പോൾ ഇത് പ്രസൻറ്റ് ടെൻസിലുള്ളൊരു ചോദ്യമാണ്. ഓഫീസിൽ മിനി എന്ന് പറഞ്ഞിട്ട് ഒരു കൊളീഗ് ഉണ്ട് നമുക്ക്. നമ്മൾ നോക്കിയപ്പോൾ മിനി നേരത്തെ വീട്ടിൽ പോകാൻ ഇറങ്ങി. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചോദിക്കുക? മിനി എന്താണ് നേരത്തെ ഇറങ്ങിയത് എന്ന് ചോദിക്കും അല്ലേ? അതായത് നേരത്തെ ഇറങ്ങിയതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, മിനി ഇറങ്ങി കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എന്താ ചോദിക്കുക? വൈ ഡിഡ് മിനി ലീവ് ഏർലി? അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുക എന്നുള്ളതിന് നമുക്ക് ലീവ് എന്ന് പറയാം. നേരത്തെ എന്ന് പറഞ്ഞല്ലോ, അതിനാണ് ഏർലി എന്ന് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ വൈ ഡിഡ് മിനി ലീവ് ഏർലി എന്ന് ചോദിച്ചു. ഇനി മിനി ഇങ്ങനെ എന്നും നേരത്തെ വീട്ടിൽ പോകാൻ ഇറങ്ങാറുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചോദിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആയിരിക്കില്ല അല്ലേ, പാസ്റ്റ് ടെൻസിലായിരിക്കില്ല. കാരണം എന്നും ചെയ്യുന്നൊരു കാര്യമല്ലേ, സ്ഥിരമായിട്ട് ഇങ്ങനെ നേരത്തെ പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ചോദ്യം എങ്ങനെ വരും എന്നറിയാമോ? വൈ ഡസ് മിനി ലീവ് ഏർലി എവ്രി ഡേ എന്നും. അപ്പോൾ എവ്രി ഡേ എന്ന് യൂസ് ചെയ്യണം. ശ്രദ്ധിച്ചോ, അവിടെ വൈ ഡിഡ് അല്ല വന്നത്, വൈ ഡസ്. മിനി എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് പ്രസൻറ്റ് ടെൻസിൽ ചോദ്യം ചോദിക്കേണ്ടി വരുമ്പോൾ വൈ ഡസ് ആണ് യൂസ് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ ഒന്നിലധികം പേരെക്കുറിച്ച് ചോദിക്കുകയായിരുന്നെങ്കിൽ വൈ ഡു എന്ന് ചോദിക്കുമായിരുന്നു. അവരെന്താ നേരത്തെ പോകുന്നത്? വൈ ഡു ദേ ഗോ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരാളായതുകൊണ്ട് വൈ ഡസ് ആണ് യൂസ് ചെയ്തത്. വൈ ഡസ് മിനി ലീവ് ഏർലി എവ്രി ഡേ എന്നാണ് അവിടെ ചോദ്യം വന്നത് കേട്ടോ, പ്രസൻറ്റ് ടെൻസിൽ. ഇനി നമുക്ക് എപ്പോൾ, അതായത് വെൻ, അത് വെച്ച് തുടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ മലയാളത്തിൽ എൻ്റെ ചോദ്യം ഇതാണ്, നീ എപ്പോഴാണ് വന്നത്? വരിക എന്നുള്ളതിന് ടു കം എന്നാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണല്ലോ, നീ എപ്പോഴാണ് വന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിഡ് യൂസ് ചെയ്യണം. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? വെൻ ഡിഡ് യു കം? വെൻ ഡിഡ് യു കം? ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് പറയാൻ നോക്കാം. എനിക്ക് പറയേണ്ടത് ഞാൻ 2 മണിക്കാണ് വന്നത്. അപ്പോൾ വരിക കം ആണ്, വന്നു എന്നുള്ളതിന് കെയിം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആൻസറിൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നില്ല, ഈ കെയിം എന്നുള്ളത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എന്ത് പറയും? ഐ കെയിം അറ്റ്
2 o'clock. I came at 2 o'clock. ഇനി ഇപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിലുള്ളൊരു ചോദ്യം കണ്ടല്ലോ, പ്രസൻറ്റ് ടെൻസ് നോക്കാം. എനിക്ക് ചോദിക്കണം, നീ സാധാരണ എപ്പോഴാണ് ഉണരാറ്? അതായത് എപ്പോഴാണ് ഉണരാറുള്ളത്? അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് പറയും? ഉണരുക എന്നുള്ളതിന് വേക്കപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചോദ്യം, വെൻ ഡു യു യൂഷ്വലി വേക്കപ്പ്? വെൻ ഡു യു യൂഷ്വലി വേക്കപ്പ്? അപ്പോൾ യു, നിങ്ങളോടാണ് ചോദ്യം, നിന്നോട് ചോദിക്കുന്നത് കൊണ്ട് യു വന്നു. യു വരുമ്പോൾ ഡു ആണ് കൂടെ വരിക പ്രസൻറ്റ് ടെൻസിൽ. അപ്പോൾ വെൻ ഡു യു യൂഷ്വലി വേക്കപ്പ്, സാധാരണയായി, അതിനാണ് യൂഷ്വലി എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയണം, ഞാൻ സാധാരണ 6 മണിക്കാണ് ഉണരാറ്. എന്താ പറയുക? ഐ യൂഷ്വലി വേക്കപ്പ് അറ്റ് 6. അവിടെ ഐ ഡു വേക്കപ്പ് ഒന്നുമില്ല കേട്ടോ, അവിടെ ഇനി ഡു വേണ്ട. ഐ യൂഷ്വലി വേക്കപ്പ് അറ്റ് 6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് നോക്കാം. എവിടെ എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ വേർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ചോദ്യം, നീ എവിടെയാണ് പോയത്? പാസ്റ്റ് ടെൻസ് ആണ്. നീ എവിടെയാണ് പോയത്? അപ്പോൾ പോവുക എന്നുള്ളതിന് ടു ഗോ എന്നാണ് കേട്ടോ പറയുന്നത്. ചോദ്യം എങ്ങനെ വരും? വേ ഡിഡ് യു ഗോ? വേ ഡിഡ് യു ഗോ? ഇനി ഉത്തരം എനിക്ക് പറയേണ്ടത് ഞാൻ ബാങ്കിലാണ് പോയത് എന്നാണ്. അപ്പോൾ പോയി കഴിഞ്ഞല്ലോ അല്ലേ, പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം വെൻറ്റ് ആണ്. അപ്പോൾ ഉത്തരത്തിൽ എനിക്ക് അതാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ ആൻസർ എങ്ങനെ വരും? ഐ വെൻറ്റ് ടു ദ ബാങ്ക്. മനസ്സിലായോ? അവിടെ ഐ ഡിഡ് ഗോ അല്ല, ഐ വെൻറ്റ് ടു ദ ബാങ്ക് എന്നാണ് ഉത്തരം ആയിട്ട് കിട്ടുന്നത് നമുക്ക്. ഇനി അടുത്ത ചോദ്യം നോക്കാം. നീ എവിടെയാണ് താമസിക്കുന്നത്? അതായത് എവിടെയാണ് കഴിയുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുക അവിടെ? വേ ഡു യു ലിവ്? വേ ഡു യു ലിവ്? അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഒരാൾ താമസിക്കുന്ന, ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അവിടെ നമുക്ക് പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ചോദ്യം വന്നത് വേ ഡു യു ലിവ് എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, ഞാൻ വയനാട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ മനഃപൂർവ്വം തന്നെ വയനാടിനെ പറ്റി പറഞ്ഞതാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു മുറിപ്പാടായിട്ട് വയനാടുണ്ട് അല്ലേ. എല്ലാവരുടെയും മനസ്സിൽ വയനാട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ആ ഒരു നമ്മുടെ എല്ലാവരുടെയും ആ ഒരു വേദന തമ്മിൽ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വയനാട്ടിലാണ് ജീവിക്കുന്നത്, താമസിക്കുന്നത് എന്നെങ്ങനെ പറയും? ഐ ലിവ് ഇൻ വയനാട്. കണ്ടോ? ഐ ലിവ് ഇൻ വയനാട്. അപ്പോൾ അവിടെ ഐ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആ വേർബ് ലിവ്, നമ്മൾ കഴിയുന്നത് അവിടെയാണെന്നാണ് പറയുന്നത്. ഐ ലിവ് ഇൻ വയനാട്. അപ്പോൾ ഉത്തരത്തിൽ നമ്മൾ ഡു, ഡസ്, ഡിഡ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കതെല്ലാം ആവശ്യം വരും അല്ലേ. മുൻപ് നമ്മൾ കണ്ടു വൈ, അതുപോലെ വേർ, വെൻ, ഇതിലെല്ലാം നമുക്ക് അങ്ങനെ ഡു, ഡസ്, ഡിഡിൻ്റെ ആവശ്യം വരുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ. അപ്പോൾ സാധാരണ നമ്മൾ ഈ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതിൽ ഹൂ, വാട്ട്, വെയർ, വെൻ, വൈ ഒക്കെയാണ് ഉൾപ്പെടുത്താറുള്ളത്. പക്ഷേ സത്യത്തിൽ ഹൗവും ഇതേ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഹൗ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമുക്ക് ഇതുപോലെ ഡിഡിൻ്റെ ആവശ്യം വരും. അതിനാണ് ഞാനിവിടെ 2 എക്സാമ്പിൾസ് തരുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത്, നീ എങ്ങനെയാണ് വന്നത്? എങ്ങനെ, അതിനാണ് നമ്മൾ ഹൗ എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ ഡിഡ് യു കം എന്നാണ് ചോദ്യം. ഹൗ ഡിഡ് യു കം? നീ എങ്ങനെയാണ് വന്നത്? അപ്പോൾ എനിക്ക് പറയണം, ഞാൻ ട്രെയിനിനാണ് വന്നത്. വന്ന രീതി, വന്ന മാർഗ്ഗമാണ് പറയുന്നത്. ഞാൻ ട്രെയിനിനാണ് വന്നത്. അപ്പോൾ പറയുക ഐ കെയിം ബൈ ട്രെയിൻ എന്നാണ്. ട്രെയിനിന് വന്നു എന്ന് പറയാനാണ് നമ്മൾ ബൈ ട്രെയിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വന്നു എന്ന് പറയാൻ കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് കെയിം യൂസ് ചെയ്തു. ഐ കെയിം ബൈ ട്രെയിൻ. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം ഹൗ വെച്ചിട്ട്. പക്ഷേ ഇത് പ്രസൻറ്റ് ടെൻസിലാണ് കേട്ടോ വരുന്നത്. ചോദ്യം ഇതാണ്, അവൾ എങ്ങനെയാണ് സ്കൂളിൽ പോകാറ്? എങ്ങനെയാണ് സാധാരണ സ്കൂളിൽ പോകാറുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെയും സ്ഥിരമായിട്ട് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദ്യം. പ്രസൻറ്റ് ടെൻസ് വരും. അപ്പോൾ അവിടെ ചോദ്യം വരുന്നത് ഹൗ ഡസ് ഷീ ഗോ ടു സ്കൂൾ എന്നാണ്. ഹൗ ഡസ് ഷീ ഗോ ടു സ്കൂൾ? കണ്ടോ? ഹൗ ഡസ് ഷീ ഗോ ടു സ്കൂൾ. അപ്പോൾ ഇവിടെയും അവൾ ബസ്സിനാണ് പോകാറുള്ളത് എന്ന് പറയണമെങ്കിൽ ഷീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്. അപ്പോൾ ഉത്തരത്തിൽ ഷീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ഷീ ആയതുകൊണ്ട് ഗോസ് എന്ന് പറഞ്ഞു പ്രസൻറ്റ് ടെൻസ് വരാൻ. ചോദ്യത്തിൽ പക്ഷേ ഹൗ ഡസ് ഷീ എന്ന് നമ്മൾ ചോദിച്ചു. ഷീ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഡസ് ആണ് ഇവിടെ യൂസ് ചെയ്തത് പ്രസൻറ്റ് ടെൻസിൽ. പാസ്റ്റ് ടെൻസ് ആയിരുന്നെങ്കിൽ ഡിഡ് വരുമായിരുന്നു. കണ്ടോ? നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ തരം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. നോക്കൂ. വെൻ ഡിഡ് യു കം? നീ എപ്പോഴാണ് വന്നത്? ഇനി വൈ ഡസ് ഹി സേ ദാറ്റ്? അവൻ എന്താ അങ്ങനെ പറയുന്നത്? വേ ഡിഡ് യു ഗോ? നീ എവിടെയാണ് പോയത്? ഹൗ ഡു യു കം? നീ എങ്ങനെയാണ് വരാറുള്ളത്?
ഇവിടെയെല്ലാം ഈ വെൻ, വെയർ, വൈ, ഹൗ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡിൻ്റെ ആവശ്യം വന്നു. ഇനിയാണ് നമ്മൾ ഈ ഹൂ, വാട്ട്, വിച്ച്, ഹൂസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് പാറ്റേൺ, ഏത് പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഹൂ വെച്ച് തുടങ്ങാം. സന്ദർഭം ഇതാണ് കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾക്കൊരു കോൾ വന്നു. കോൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ആരാണ് നിന്നെ വിളിച്ചത്? അപ്പം അതിന് അവൾ പറഞ്ഞ മറുപടി, ടീനയാണ് എന്നെ വിളിച്ചത്. ഇതാണ് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുകയും പറയുകയും എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ആരാണ് നിന്നെ വിളിച്ചത്? ഇംഗ്ലീഷിൽ അത് ചോദിക്കുന്നത് ഹൂ കോൾഡ് യു എന്നാണ്. വിളിക്കുക എന്നുള്ളതിന് കോൾ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഹൂ കോൾഡ് യു, അവിടെ ഡിഡ് വന്നിട്ടില്ല. കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ എന്തുകൊണ്ട് അവിടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരം കൂടെ നോക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം ടീനയാണ് എന്നെ വിളിച്ചതെന്നാണല്ലോ. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ടീന കോൾഡ് മീ. ടീന കോൾഡ് മീ. ടീനയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഈ വിളിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തത് ആരാണ്? ടീന. അപ്പോൾ ആ ആൻസർ ഉണ്ടല്ലോ, ആ സെൻറ്റൻസ്, അതിൽ സബ്ജക്റ്റ് ടീനയാണ്. ടീനയാണ് ആ പ്രവൃത്തി ചെയ്തത്. ടീന വിളിച്ചു. ടീനയാണ് സബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ ആ ചോദ്യം നോക്കി, ആരാണ് നിന്നെ വിളിച്ചത്? ആര്, ഹൂ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ടീന. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആ സെൻറ്റൻസിൽ സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ഡിഡ് യൂസ് ചെയ്യുന്നില്ല. ആരാണ് നിന്നെ വിളിച്ചത്? ഹൂ കോൾഡ് യു. ടീനയാണ് എന്നെ വിളിച്ചത്. ടീന കോൾഡ് മീ. ടീനയാണ് സബ്ജക്റ്റ്. അതിൻ്റെ ചോദ്യമായിട്ടുള്ള ഹൂ വന്നതുകൊണ്ട് അവിടെ നമ്മൾ ഹൂ കഴിഞ്ഞ് ഡിഡ് യൂസ് ചെയ്യേണ്ട. ഇങ്ങനെ 2-3 സെൻറ്റൻസസ് കാണുമ്പോൾ, എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. നമുക്ക് അടുത്തത് നോക്കാം. ആർക്കാണ് ചായ വേണ്ടത്? അപ്പോൾ ആർക്കാണ് ചായ വേണ്ടത്? അവിടെ നമ്മൾ ചോദ്യം എന്ത് വരും എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഉത്തരം ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഉത്തരം എനിക്ക് ചായ വേണം എന്നാണെങ്കിൽ ഐ വോണ്ട് ടീ എന്നല്ലേ ഞാൻ പറയുക, അല്ലേ? ഐ വോണ്ട് ടീ. ഇനി ടോമിന് ചായ വേണം എന്നാണെങ്കിൽ എന്ത് പറയും? ടോം വോണ്ട്സ് ടീ എന്ന് പറയും, അല്ലേ? അപ്പോൾ ഐ ആയതുകൊണ്ട് ഐ വോണ്ട് ടീ. ടോം ആണെങ്കിൽ ടോം വോണ്ട്സ് ടീ എന്ന് ഞാൻ പറയുമായിരുന്നു. ഇനി നിങ്ങൾ നോക്കൂ, അവിടെ ടോം വോണ്ട്സ് ടീ എന്ന് പറയുമ്പോൾ ടോം ആണ് അവിടുത്തെ സബ്ജക്റ്റ്, അല്ലേ? ടോമിനാണ് ചായ വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? ഹൂ വോണ്ട്സ് ടീ. അപ്പോൾ അവിടെയും ഹൂ കഴിഞ്ഞിട്ട് ഡു ഒന്നും ചേർക്കണ്ട, അല്ലെങ്കിൽ ഡസ് ചേർക്കണ്ട. ഹൂ വോണ്ട്സ് ടീ? ടോം വോണ്ട്സ് ടീ, അല്ലെങ്കിൽ ഐ വോണ്ട് ടീ. അടുത്തത് നോക്കൂ, ആരാണ് ഗ്ലാസ് പൊട്ടിച്ചത്? അപ്പോൾ ഈ പൊട്ടിക്കുക എന്നുള്ളതിന് ടു ബ്രേക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇതാണ്, ജിം ആണ് ഗ്ലാസ് പൊട്ടിച്ചത്. അപ്പോൾ അവിടെ ഞാൻ പറയുക ഉത്തരം ജിം ബ്രോക്ക് ദ ഗ്ലാസ് എന്നാണ്. അപ്പോൾ ഉത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിഡിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ബ്രേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ ബ്രോക്ക് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ജിം ബ്രോക്ക് ദ ഗ്ലാസ്. അപ്പോൾ ആരാണ് ഗ്ലാസ് പൊട്ടിച്ചത്? ജിം ആണ്. അപ്പോൾ ജിം ആണ് അവിടെ ആ പൊട്ടിക്കുക എന്നുള്ള ആ ഒരു കാര്യം ചെയ്ത ആൾ, സബ്ജക്റ്റ്, അതായത് കർത്താവ് ജിം ആണ്. അപ്പോൾ അതാണ് നമുക്ക് ഉത്തരത്തിൽ വരുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഹൂ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡിഡ് വേണ്ട. ഹൂ ബ്രോക്ക് ദ ഗ്ലാസ്? ആരാണ് ഗ്ലാസ് പൊട്ടിച്ചത്? ജിം ബ്രോക്ക് ദ ഗ്ലാസ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഹൂ ഡിഡ് ബ്രേക്ക് ദ ഗ്ലാസ് എന്നല്ല ചോദിച്ചത്. ഹൂ ബ്രോക്ക് ദ ഗ്ലാസ്? ഉത്തരം ജിം ബ്രോക്ക് ദ ഗ്ലാസ്. ഡിഡ് യൂസ് ചെയ്യേണ്ടാത്ത കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കൂടെ അങ്ങനെ നോക്കാം. ആരാണ് കേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ നമുക്ക് അവിടെ ഒരു ഉത്തരമുണ്ട്, നിമ്മിയാണ് കേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചോദ്യം വരിക? ഈ കൊണ്ടുവരിക എന്നുള്ളതിന് ടു ബ്രിങ് എന്ന് പറയാം കേട്ടോ. അതിന് പാസ്റ്റ് ടെൻസ് ബ്രോട്ട് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചോദ്യം വരിക? ആരാണ് കൊണ്ടുവന്നതെന്നുള്ളതിന് ഉത്തരം നമുക്കുണ്ട്, നിമ്മിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ഹൂ ആണ് ചോദിക്കേണ്ടത്, പക്ഷെ ഡിഡ് അത് കഴിഞ്ഞ് വേണ്ട. അപ്പോൾ നമ്മൾ പറയുക ഹൂ ബ്രോട്ട് ദ കേക്ക് എന്നാണ്. ഹൂ ബ്രോട്ട് ദ കേക്ക്? നിമ്മി ബ്രോട്ട് ദ കേക്ക്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആരാണ് നിന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹൂ കോൾഡ് യു എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അടുത്ത ചോദ്യം നോക്കൂ, ആരെയാണ് നീ വിളിച്ചത്? അവിടെ ചോദ്യം വരിക ഹും ഡിഡ് യു കോൾ എന്നാണ്. ആരെയാണ്? അപ്പോൾ അവിടെ ഹും എന്നാണ് പറയുന്നത്. ഹും എന്നിട്ട് ഡിഡ് യു കോൾ എന്നും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ഞാൻ ഹും എന്നല്ലേ പറഞ്ഞത്. ഈ ഹും എന്നുള്ള വാക്ക് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറഞ്ഞ് വരികയാണ്.
അതായത് സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ പലരും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലും ഹുമ്മിന് പകരം ഹൂ എന്ന് തന്നെ യൂസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷനും വരുന്നത്. എപ്പോഴാണ് ഈ ഡിഡ് യൂസ് ചെയ്യേണ്ടത്, ഡിഡ് വേണ്ടാത്തതെന്നൊക്കെ നമുക്കൊരു തപ്പൽ വരും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ആരെയാണ് നീ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ പറയും ഹും ഡിഡ് യു കോൾ എന്ന്, പക്ഷെ ചിലപ്പോൾ ഹൂ ഡിഡ് യു കോൾ എന്നും ചോദിച്ചേക്കാം. അതാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കേൾക്കാറുള്ളത്. മനസ്സിലായല്ലോ? ഇനി എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഹും അല്ലെങ്കിൽ ഹൂ കഴിഞ്ഞിട്ട് ഡിഡ് വരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഞാൻ രമയെ ആണ് വിളിച്ചത്. നിങ്ങൾ എന്നോട് ചോദിച്ചത് ആരെയാണ് വിളിച്ചതെന്നല്ലേ? എൻ്റെ ഉത്തരം ഞാൻ രമയെ ആണ് വിളിച്ചത്. അത് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക ഐ കോൾഡ് രമ എന്നാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ രമയെ വിളിച്ചു. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ ഐ, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഞാനല്ലേ വിളിച്ചത്, ഞാനാണ് കർത്താവ്, സബ്ജക്റ്റ്. ഞാൻ എന്താ ചെയ്തേ? വിളിച്ചു, കോൾഡ്, അതാണ് വേർബ്. ആരെയാ വിളിച്ചത്? രമയെ, അതാണ് കർമ്മം. അതായത് മലയാളത്തിൽ നമ്മൾ കർമ്മം എന്ന് പറയും, ഇംഗ്ലീഷിൽ നമ്മൾ പറയുക ഓബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ രമ എന്ന് പറയുന്നത് ഓബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ആ ആരെയാണ് വിളിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം രമ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ആ ചോദ്യത്തിൽ നമ്മൾ ഹും യൂസ് ചെയ്യുന്നത്. ഹും കഴിഞ്ഞിട്ട് ഡിഡും വരണം. ഹും ഡിഡ് യു കോൾ, നീ ആരെയാണ് വിളിച്ചത്? ഹും ഡിഡ് യു കോൾ, അല്ലെങ്കിൽ ഹൂ ഡിഡ് യു കോൾ എന്നും ചോദിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഹൂ കഴിഞ്ഞിട്ട് ഡിഡ് വരുന്ന തരം ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമ്പിൾസ് കാണാൻ പോവുകയാണ്. അതിനു മുൻപ് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ? ആരാണ് നിന്നെ വിളിച്ചത്? ഹൂ കോൾഡ് യു. ആരെയാണ് നീ വിളിച്ചത്? ഹൂ, അല്ലെങ്കിൽ ഹും ഡിഡ് യു കോൾ. മനസ്സിലായല്ലോ? ഇനി എക്സാമ്പിൾസ് നോക്കാം. ചോദ്യം ഇതാണ്, ആരോടാണ് നീ സംസാരിച്ചത്? ഇതാണ് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ ഉത്തരം പറയാം. ആരോടാണ് നീ സംസാരിച്ചതെന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ എൻ്റെ ഫ്രണ്ടിനോടാണ് സംസാരിച്ചത് എന്നാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ടോക്ക് ടു മൈ ഫ്രണ്ട്. അപ്പോൾ സംസാരിക്കുക എന്നുള്ളതിനാണ് ടു ടോക്ക് എന്ന് പറയുന്നത്. ആരോട് സംസാരിച്ച്? ഫ്രണ്ടിനോട്. ഐ ടോക്ക് ടു മൈ ഫ്രണ്ട്. അപ്പോൾ ആരോട് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് എൻ്റെ ഫ്രണ്ടിനോട്. ടു മൈ ഫ്രണ്ട് എന്നുള്ളതാണ് ഉത്തരം, അല്ലേ? അത് ഇവിടെ ഈ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ടല്ലേ വന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൽ ഹൂ കഴിഞ്ഞിട്ട് ഡിഡ് ചേർക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരിക? ഹൂ ഡിഡ് യു ടോക്ക് ടു? നീ ആരോടെ സംസാരിച്ചേ? ഹൂ ഡിഡ് യു ടോക്ക് ടു. അപ്പോൾ ഇവിടെ ഈ ടോക്ക് കഴിഞ്ഞിട്ട് ടു ചേർക്കണം കേട്ടോ. ഒരാളോടാണല്ലോ സംസാരിക്കുന്നത്, ആ ടു കൂടെ വരും. ഹൂ ഡിഡ് യു ടോക്ക് ടു? ഐ ടോക്ക് ടു മൈ ഫ്രണ്ട്. ഇനി അടുത്തത്, നായ ഒരു മനുഷ്യനെ കടിച്ചു. അപ്പോൾ അവിടെ ചോദ്യമായിട്ട് നമ്മൾ എന്ത് ചോദിക്കും? ആരെയാണ് നായ കടിച്ചത്, അല്ലെങ്കിൽ നായ ആരെ കടിച്ചു എന്ന് ചോദിക്കും, അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ആദ്യം പറഞ്ഞു നോക്കാം ഇംഗ്ലീഷിൽ. അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയുന്നത് നായ ഒരു മനുഷ്യനെ കടിച്ചു എന്നാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? കടിക്കുക എന്നുള്ളതിന് ടു ബൈറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ബിറ്റ് ആണ്. അപ്പം നായ ഒരു മനുഷ്യനെ കടിച്ചു, അല്ലെങ്കിൽ ഒരു മനുഷ്യനെയാണ് കടിച്ചത്. ദ ഡോഗ് ബിറ്റ് എ മാൻ. ഓക്കെ, ദ ഡോഗ് ബിറ്റ് എ മാൻ. ഇനി ഇതിൻ്റെ ചോദ്യം, ആരെയാണ് നായ കടിച്ചത്? അപ്പോൾ ഉത്തരം ദ മാൻ എന്നുള്ളതായിരുന്നല്ലോ, അല്ലേ? അതവിടെ ഓബ്ജക്റ്റ് ആയിട്ടല്ലേ വന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹൂ കഴിഞ്ഞിട്ട് ഡിഡ് ചേർക്കുന്നത്. ഹൂ ഡിഡ് ദ ഡോഗ് ബൈറ്റ്? നായ ആരെയാണ് കടിച്ചേ? ഹൂ ഡിഡ് ദ ഡോഗ് ബൈറ്റ്? ദ ഡോഗ് ബിറ്റ് എ മാൻ. പിന്നെ കുട്ടികളോടൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ ഒരു കുഴപ്പിക്കുന്നൊരു ചോദ്യം, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? അച്ഛനോടാണോ അമ്മയോടാണോ എന്നൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ മിക്കവാറും കുട്ടികൾ നല്ല സ്മാർട്ടാണ്. അവർ അച്ഛൻ്റെ അമ്മയുടെയും പേര് എടുത്ത് പറയില്ല, അവർ അച്ഛനെ അമ്മയും എന്ന് പറയും, അല്ലേ? ഇങ്ങനെ നമുക്കൊന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു നോക്കാം. അപ്പോൾ നിനക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് ചോദിക്കേണ്ടത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയാണ് ഏറ്റവും ഇഷ്ടം. ഐ ലവ് മൈ പേരൻസ് ദ മോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഐ ലവ് മൈ പേരൻസ്. അവിടെ മൈ പേരൻസ് എന്ന് പറയുന്നത് ഓബ്ജക്റ്റാണ്. എനിക്ക് ഇഷ്ടം ആരെയാണ്? അച്ഛനെ അമ്മയെയും. അപ്പോൾ അവിടെ ഒബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ട് ഹൂ കഴിഞ്ഞ് ഡിഡ് വരണം. അപ്പോൾ ചോദ്യം എങ്ങനെ ചോദിക്കും? നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ഹൂ ഡു യു ലവ് ദ മോസ്റ്റ്? ഹൂ ഡു യു ലവ് ദ മോസ്റ്റ്? മനസ്സിലായോ? അവിടെ ഡു ചേർക്കണം. ഇനി ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഹൂ കഴിഞ്ഞിട്ട് ഡിഡ് അല്ലെങ്കിൽ ഡു വരുന്നതും വരാത്തതുമായ ക്വസ്റ്റ്യൻസ് ഞാൻ മിക്സപ്പ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്കത് ഒറ്റയ്ക്ക് ആ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളാണ് ഞാനിവിടെ തരുന്നത്. മലയാളത്തിലെ ചോദ്യം, ആരാണ് ഇത് എഴുതിയത്? അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉത്തരവും തരുന്നുണ്ട്. അപ്പോൾ ഉത്തരം
അമലാണ് ഇത് എഴുതിയത് എന്നാണ്. ഇപ്പം ഇംഗ്ലീഷിൽ പറയുന്നത് അമൽ റോട്ട് ദിസ് എന്നാണ്. എഴുതുക എന്നുള്ളതിന് റൈറ്റ് എന്നാണ് പറയുക, എഴുതി, പാസ്റ്റ് ടെൻസ് ആണ് റോട്ട്. അപ്പോൾ അമൽ റോട്ട് ദിസ്. ഇനി നിങ്ങൾ പറയൂ, ആരാണ് എന്ന് ചോദിക്കാൻ ഇവിടെ ഹൂ കഴിഞ്ഞിട്ട് ഡിഡ് വരണോ വരണ്ടയോ? ഇവിടെ ഈ സെൻറ്റൻസ് നോക്കൂ, ഉത്തരം നോക്കൂ. ഇവിടെ ആരാണ് എഴുതിയത്? അമലാണ് എഴുതിയത്. അമൽ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? സെൻറ്റൻസിന് ആദ്യം തന്നെ വന്നു, സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ അർത്ഥം ക്വസ്റ്റ്യനിൽ ഹൂ കഴിഞ്ഞിട്ട് ഡിഡ് വരണ്ട. അത് മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഹൂ റോട്ട് ദിസ് എന്നാണ്. ആരാ എഴുതിയത്? അമലാണ് എഴുതിയത്. ഹൂ റോട്ട് ദിസ്? അമൽ റോട്ട് ദിസ്. അടുത്തത്, ആരാണ് എൻ്റെ സാൻഡ്വിച്ചസ് കഴിച്ചത്? എൻ്റെ സാൻഡ്വിച്ചസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ആരും എടുത്ത് കഴിച്ചു. ആരാണ് കഴിച്ചത്? അപ്പോൾ ഉത്തരം വരുന്നുണ്ട് അനു എയ്റ്റ് ദെം. അനു ആണ് ആ സാൻഡ്വിച്ചസ് കഴിച്ചത്. അപ്പോൾ കഴിക്കുക എന്നുള്ളതിന് ഈറ്റ് എന്നാണ് പറയുന്നത്, പാസ്റ്റ് ടെൻസ് ആണ് എയ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കൂ. അനു എന്ന് പറയുന്നത് സബ്ജക്റ്റായിട്ട് തന്നെ വന്നത് അല്ലേ? സെൻറ്റൻസിന് ആദ്യം വന്നു അനു കഴിച്ചു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഹൂ കഴിഞ്ഞിട്ട് ഡിഡ് വരണ്ടല്ലോ. അപ്പോൾ എങ്ങനെ വരും ക്വസ്റ്റ്യൻ? ഹൂ എയ്റ്റ് മൈ സാൻഡ്വിച്ചസ്. ആരാണ് എൻ്റെ സാൻഡ്വിച്ചസ് കഴിച്ചത്? ഹൂ എയ്റ്റ് മൈ സാൻഡ്വിച്ചസ്? അനു എയ്റ്റ് ദെം. അപ്പോൾ ഇതോ, നീ ആരുടെ കൂടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് കഴിയുന്നത്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് കഴിയുന്നത് എന്നാണ്. ഇംഗ്ലീഷിൽ ഐ ലിവ് വിത്ത് മൈ സിസ്റ്റർ. അപ്പോൾ ഐ ലിവ് വിത്ത് മൈ സിസ്റ്റർ, എൻ്റെ ചേച്ചിയുടെ കൂടെ. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഈ മൈ സിസ്റ്റർ എന്ന് പറയുന്നതാണ് ഉത്തരം. അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ക്ലിയർ ആണല്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹൂ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഡു അല്ലെങ്കിൽ ഡിഡ് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സെൻറ്റൻസ്, ഈ ക്വസ്റ്റ്യൻ പ്രസൻറ്റ് ടെൻസിലാണല്ലേ? നീ ആരുടെ കൂടെയാണ് താമസിച്ചതെന്നല്ല ചോദിച്ചത്, ആരുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചേർക്കേണ്ടതെന്ന് അറിയാമോ? ഹൂ ഡു യു ലിവ് വിത്ത്. കാരണം യു അല്ലേ, നിങ്ങളോടല്ലേ ചോദ്യം, അതുകൊണ്ട് ഇവിടെ ഡു ചേർക്കേണ്ടി വരും. ഹൂ ഡു യു ലിവ് വിത്ത്? ഐ ലിവ് വിത്ത് മൈ സിസ്റ്റർ. മനസ്സിലായോ എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഹൂ കഴിഞ്ഞിട്ട് ഡു ചേർത്തതെന്ന്? ഇനി ഈ ചോദ്യം നോക്കൂ, ആരാണ് കമ്പ്യൂട്ടർ നന്നാക്കിയത്? അപ്പോൾ ഇവിടെ ഉത്തരം അനിലാണ് കമ്പ്യൂട്ടർ നന്നാക്കിയത്. അപ്പോൾ അതിന് പറയുന്നത് അനിൽ ഫിക്സ്ഡ് ദ കമ്പ്യൂട്ടർ എന്നാണ്. ഈ നന്നാക്കുക എന്നുള്ളതിന് ടു റിപ്പയർ എന്ന് തന്നെ പറയണമെന്നില്ല, ടു ഫിക്സ് എന്ന് പറയാം. അപ്പോൾ അനിൽ ഫിക്സ്ഡ് ദ കമ്പ്യൂട്ടർ. അപ്പോൾ ഇവിടെ ആരാണ് നന്നാക്കിയത്? അനിലാണ് അല്ലേ? അനിൽ സബ്ജക്റ്റായിട്ട് വന്നു, അതുകൊണ്ട് ഇവിടെ ഹൂ കഴിഞ്ഞ് ഡു ചേർക്കണ്ട. ഹൂ ഫിക്സ്ഡ് ദ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ മതി. ഹൂ ഫിക്സ്ഡ് ഇറ്റ്? അനിൽ ഫിക്സ്ഡ് ഇറ്റ്. അങ്ങനെ നമ്മൾ ഹൂവിൻ്റെ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടു. ഹൂ കഴിഞ്ഞ് ഡു അല്ലെങ്കിൽ ഡിഡ് ഒക്കെ വരുന്ന തരവും വരാത്ത തരവും ക്വസ്റ്റ്യൻസ് കണ്ടു. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇത് തന്നെയാണ് നമ്മൾ വാട്ടിൻ്റെ കേസിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് വെച്ചുള്ള ഒരു എക്സാമ്പിൾ പറയാം. ചോദ്യം ഇതാണ്, എന്താണ് ക്യാൻസറിന് കാരണമാകുന്നത് അല്ലെങ്കിൽ എന്താണ് ക്യാൻസർ വരുത്തുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം പുകവലിയാണ് ക്യാൻസർ വരുത്തുന്നത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് ആണ് ക്യാൻസർ വരുത്തുന്നത്, അത് സബ്ജക്റ്റാണ് സ്മോക്കിംഗ്. അതുകൊണ്ട് നമ്മളിവിടെ വാട്ട് കഴിഞ്ഞിട്ട് ഡിഡ് യൂസ് ചെയ്യേണ്ട. ചോദ്യം വാട്ട് കോസസ് ക്യാൻസർ എന്നാണ്. മനസ്സിലായോ? വാട്ട് കോസസ് ക്യാൻസർ? സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ഇനി ഈ ചോദ്യം നോക്കൂ, എന്താണ് ഷെൽഫിൽ നിന്ന് താഴെ വീണത്? വീഴുക എന്നുള്ളതിന് ടു ഫോൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് വീണു എന്നുള്ളതിന് ഫെൽ എന്ന് വരും. ഇനി ഈ എന്തിൽ നിന്നെങ്കിലും താഴേക്ക് വീഴുക എന്നൊരർത്ഥം കിട്ടാൻ നമ്മൾ ഫോൾ കഴിഞ്ഞിട്ട് OFF എന്നൊരു വാക്കുകൂടെ ചേർക്കണം. അപ്പോൾ ഫോൾ ഓഫ് എന്നാണ് വരിക കേട്ടോ. ഇനി ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ആൻസർ കൂടെ തരണം. ആൻസർ ഇതാണ്, ഒരു ബുക്കാണ് ഷെൽഫിൽ നിന്ന് താഴെ വീണത്. എ ബുക്ക് ഫെൽ ഓഫ് ദ ഷെൽഫ്. അപ്പോൾ എന്താണ് വീണത്? ബുക്കാണ് വീണത്. അവിടെ ഈ ബുക്ക് എന്നുള്ളത് ഒരു സബ്ജക്റ്റായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? വാട്ട് കഴിഞ്ഞിട്ട് ഡിഡ് ചേർക്കണ്ട. വാട്ട് ഫെൽ ഓഫ് ദ ഷെൽഫ് എന്ന് ചോദിച്ചാൽ മതി. വാട്ട് ഫെൽ ഓഫ് ദ ഷെൽഫ്? എ ബുക്ക് ഫെൽ ഓഫ് ദ ഷെൽഫ്. എന്താണ് നിങ്ങളെ സന്തോഷവാനാക്കുന്നത്? എന്താണ് നിങ്ങളെ ഹാപ്പി ആക്കുന്നത്? അപ്പോൾ എന്നെ ഹാപ്പി ആക്കുന്നത് സംഗീതമാണെങ്കിൽ ഞാൻ പറയും മ്യൂസിക് മേക്സ് മീ ഹാപ്പി അല്ലേ? അപ്പോൾ ഇവിടെ സംഗീതമാണ് അതിൻ്റെ ഉത്തരം, മ്യൂസിക് ആണ് ഉത്തരം. അത് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ചോദ്യമായിട്ട് ചോദിക്കുന്നത് എന്താണ്? വാട്ട് മേക്സ് യു ഹാപ്പി എന്നാണ്. അല്ലാതെ വാട്ട് ഡസ് മേക്ക് യു എന്ന് പറയണ്ട. വാട്ട് മേക്സ് യു ഹാപ്പി. കാരണം ഉത്തരം സംഗീതം, മ്യൂസിക് ആണ്. അതിവിടെ സബ്ജക്റ്റായിട്ടല്ലേ വന്നേ, ആ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ വാട്ട് മേക്സ് യു ഹാപ്പി എന്ന് മാത്രം ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ മതി. പക്ഷേ അടുത്ത ചോദ്യം വ്യത്യാസമുണ്ട് കേട്ടോ.
ചോദ്യം എന്താണ് നീ വാങ്ങിയത് എന്നാണ്. അപ്പോൾ നമ്മൾ വേറൊരു വസ്തുവിനെയാണ് വാങ്ങുന്നത് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ടത് എന്തിനെയാണ് നീ വാങ്ങിയതെന്നാണ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ ചോദിക്കുക എന്താണ് നീ വാങ്ങിയത് എന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് പൂക്കളാണ് വാങ്ങിയതെന്നാണ്. സത്യത്തിൽ നമ്മൾ പൂക്കളെയാണ് വാങ്ങിയത് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വാങ്ങുക എന്നുള്ളതിന് ടു ബൈ എന്ന് പറയും. വാങ്ങി എന്ന് പറയാൻ ബോട്ട് എന്ന് പറയണം. അപ്പോൾ BOUGHT അതാണ് കേട്ടോ അതിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഐ ബോട്ട് സം ഫ്ലവേഴ്സ്. മനസ്സിലായോ? എന്താണ് വാങ്ങിയേ? ഞാൻ പൂക്കളാണ് വാങ്ങിയത്. ഐ ബോട്ട് സം ഫ്ലവേഴ്സ്. അപ്പോൾ ഈ സം ഫ്ലവേഴ്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം അല്ലേ? അത് ആ സെൻറ്റൻസിൻ്റെ ഓബ്ജക്റ്റായിട്ടല്ലേ വന്നത്? നമ്മൾ പൂക്കളെയാണ് വാങ്ങിയത് അല്ലേ? അപ്പോൾ ഓബ്ജക്റ്റായിട്ട് വന്നത് കൊണ്ട് ഇവിടെ വാട്ട് കഴിഞ്ഞ് ഡിഡ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? എന്താണ് നീ വാങ്ങിയത്? വാട്ട് ഡിഡ് യു ബൈ? വാട്ട് ഡിഡ് യു ബൈ? ഐ ബോട്ട് സം ഫ്ലവേഴ്സ് എന്നാണ് ഉത്തരം വരുന്നത്. അതുപോലെ വേറൊരെണ്ണം, എന്താണ് നീ കൊണ്ടുവന്നത്? അപ്പം നമ്മൾ വേറെ എന്തിനെയോ കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്നത്? ഞാനൊരു കേക്കാണ് കൊണ്ടുവന്നത്. ഇവിടെ എന്താ പറയുക? ഐ ബ്രോട്ട് എ കേക്ക്. ഞാനൊരു കേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? നീ എന്താണ് കൊണ്ടുവന്നത്? ഈ കൊണ്ടുവന്നത് കേക്കാണ്. ആ കേക്ക് എന്നുള്ളത് ഇവിടെ സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് വന്നു. അപ്പോൾ വാട്ട് കഴിഞ്ഞ് ഡിഡ് ചേർക്കണം. വാട്ട് ഡിഡ് യു ബ്രിങ്? വാട്ട് ഡിഡ് യു ബ്രിങ് എന്നാണ് ചോദ്യം. ഇനി ഈ ചോദ്യം, നിനക്ക് എന്ത് കഴിക്കാനാണ് ഇഷ്ടം? പാസ്റ്റ് ടെൻസ് അല്ല കേട്ടോ. നിനക്ക് എന്ത് കഴിക്കാനായിരുന്നു എന്നല്ല ചോദിച്ചത്. നിനക്ക് എന്ത് കഴിക്കാനാണ് ഇഷ്ടം? അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാനാണ് ഇഷ്ടം എന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയുക ഐ ലൈക്ക് ടു ഈറ്റ് ഫ്രൈഡ് റൈസ് എന്നാണ്. അപ്പോൾ കഴിക്കാൻ ഇഷ്ടമുള്ള ആ ഭക്ഷണത്തിൻ്റെ പേര് ആ സെൻറ്റൻസിൽ അവസാനമാണ് വന്നത്. എനിക്ക് ഫ്രൈഡ് റൈസിനെയാണ് കഴിക്കേണ്ടത് അല്ലേ? അവിടെ ഒബ്ജക്റ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഡിഡ് അല്ലെങ്കിൽ ഡു ചേർക്കണം. അപ്പോൾ ഇത് പ്രസൻറ്റ് ടെൻസിലല്ലേ ചോദ്യം, അതുകൊണ്ട് ഡു ആണ് വരിക. അപ്പോൾ ചോദ്യം വരുന്നത് വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ് എന്നാണ്. വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ്. ഇനി ഇങ്ങനെയായിരുന്നു ചോദ്യമെങ്കിലോ, അവന് എന്ത് കഴിക്കാനാണ് ഇഷ്ടം? മുൻപ് നിങ്ങൾക്ക്. അപ്പോൾ വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ്. അവന് എന്നാണെങ്കിൽ അവൻ, അപ്പോൾ അല്ലെങ്കിൽ അയാൾ, അപ്പോൾ ഹീ അല്ലേ വരിക. അപ്പോൾ അവിടെ ഡസ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ചോദ്യം വരുന്നത് വാട്ട് ഡസ് ഹീ ലൈക്ക് ടു ഈറ്റ് എന്നാണ്. വ്യത്യാസം മനസ്സിലായോ? വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ് നിങ്ങളുടെ കാര്യത്തിൽ, അയാളുടെ കാര്യത്തിൽ വാട്ട് ഡസ് ഹീ ലൈക്ക് ടു ഈറ്റ് അല്ലെങ്കിൽ വാട്ട് ഡസ് ഷീ ലൈക്ക് ടു ഈറ്റ് എന്ന് വരും. നമ്മളിപ്പോൾ ഹൂ പിന്നെ വാട്ട് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. രണ്ടിടത്തും ചിലപ്പോൾ ഡിഡ് അല്ലെങ്കിൽ ഡു വേണമെന്നും ചിലപ്പോൾ വേണ്ടെന്നും നമുക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് വിച്ച് വരുന്ന തരം ക്വസ്റ്റ്യൻസും. അപ്പോൾ ആദ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വാട്ടും വിച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഉദാഹരണത്തിന് എനിക്ക് ചോദിക്കണം, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ എന്താണെന്ന്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ വാട്ടാണ് യൂസ് ചെയ്യുക. കാരണം ഒരുപാട് നിറങ്ങളുണ്ടല്ലേ, അതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വാട്ട് ചോദിച്ചാൽ മതി. പക്ഷേ രണ്ട് കളേഴ്സ് കാണിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ വിച്ച് ആണ് യൂസ് ചെയ്യുക. കാരണം അവിടെ ചെറിയൊരു ചോയ്സേ ഉള്ളൂ നിങ്ങൾക്ക്, അതിൽ നിന്ന് നിങ്ങൾ പിക്ക് ചെയ്യാൻ പോവുകയാണ്. അവിടെ വിച്ചാണ് വരിക. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. വിച്ചും വാട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് വിച്ച് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നോക്കാം. ഞാൻ രണ്ട് കളേഴ്സ് കൊണ്ടുവന്ന് കാണിച്ചു, റെഡും ഗ്രീനും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിലേത് നിറമാണ് എനിക്ക് ഇണങ്ങുന്നത് എന്ന്. ഈ ഇണങ്ങുക എന്നുള്ളതിന് ടു സൂട്ട് എന്നാണ് കേട്ടോ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് നിങ്ങൾ പറഞ്ഞത് ചുവപ്പ് നിറമാണ് എനിക്ക് ഇണങ്ങുന്നത് എന്നാണ്. ഇവിടെ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? ഈ രണ്ട് കളേഴ്സ് കാണിച്ചിട്ട് നിങ്ങൾ അതിൽ നിന്നൊന്ന് പിക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് വാട്ട് കളർ എന്നല്ല വിച്ച് കളർ എന്ന് തന്നെ ചോദിക്കണം. പക്ഷേ വിച്ച് കളർ കഴിഞ്ഞിട്ട് ഇവിടെ ഡസ് ചേർക്കണോ? അതിന് നിങ്ങൾ ആൻസർ ഒന്ന് നോക്കിയേ. ഏത് കളറാണ് എന്ന ചോദ്യത്തിന് ഉത്തരം റെഡ് കളറാണ് എന്നാണ് അല്ലേ? അപ്പം അതിവിടെ ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായിട്ട് വന്നു. അതുകൊണ്ട് നമ്മൾ ചോദ്യം ഇങ്ങനെ ചോദിച്ചാൽ മതി, വിച്ച് കളർ സൂട്ട്സ് മീ. എനിക്ക് ഏത് കളറാണ് ചേരുന്നത്? വിച്ച് കളർ സൂട്ട്സ് മീ. ഉത്തരം റെഡ് കളർ സൂട്ട്സ് യു. അല്ലാതെ വിച്ച് കളർ ഡസ് സൂട്ട് മീ എന്ന് ചോദിക്കണ്ടേ ഇവിടെ. ഇതേപോലെ വേറൊരെണ്ണം, ഏത് ടീമാണ് മത്സരം ജയിച്ചത്? മത്സരം ജയിക്കുക എന്നുള്ളതിന് ടു വിൻ എ മാച്ച് എന്ന് പറയും. അപ്പോൾ ജയിക്കുക ടു വിൻ ആണ്. ജയിച്ചു എന്ന് പറയാൻ വൺ എന്ന് പറയണം, WON കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് ഞാൻ പറയുന്നത് ടീം ബി ആണ് മത്സരം ജയിച്ചതെന്നാണ്. ടീം ബി വൺ ദ മാച്ച്. അപ്പോൾ ഏത് ടീം, വിച്ച് ടീം, ഉത്തരം ടീം ബി. അതവിടെ സബ്ജക്റ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചോദിക്കും? വിച്ച് ടീം വൺ ദ മാച്ച്. വിച്ച് ടീം ഡിഡ് വിൻ എന്ന് പറയേണ്ട, വിച്ച് ടീം വൺ ദ മാച്ച്.
ടീം ബി വൺ ദ മാച്ച്. ഇനി ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കൂ. ഞാൻ നിങ്ങൾ 2 ബാഗ്സ് കാണിച്ചു, ഒരു വൈറ്റും ഒരു ബ്ലാക്കും ഉണ്ട്. ഞാൻ ചോദിച്ചു ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന്. അപ്പം നിങ്ങൾ പറഞ്ഞു എനിക്ക് കറുത്തതാണ് ഇഷ്ടം. കറുത്ത ബാഗ് എന്ന് പറഞ്ഞില്ല കേട്ടോ, എനിക്ക് കറുത്തതാണ് ഇഷ്ടം. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഐ ലൈക്ക് ദ ബ്ലാക്ക് വൺ. അപ്പോൾ വേണമെങ്കിൽ ഐ ലൈക്ക് ദ ബ്ലാക്ക് ബാഗ് എന്ന് പറയാം, പക്ഷെ ബാഗിന് പകരം വൺ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഐ ലൈക്ക് ദ ബ്ലാക്ക് വൺ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചോദ്യം എന്തായിരിക്കും? ഏതാണ് നിനക്കിഷ്ടം എന്ന് ചോദിക്കാൻ വിച്ച് വൺ ഡു യു ലൈക്ക് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ വിച്ച് ബാഗ് എന്നും ചോദിക്കാം, പക്ഷെ ആ ബാഗിന് പകരമാണ് നമ്മൾ വൺ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഏത് എന്നുള്ളതിന് വിച്ച് വൺ ഡു യു ലൈക്ക്? ഐ ലൈക്ക് ദ ബ്ലാക്ക് വൺ. അടുത്തത് നോക്കൂ, ഏത് കൈ കൊണ്ടാണ് നീ എഴുതുന്നത്? എഴുതുക എന്നുള്ളതിന് ടു റൈറ്റ് എന്നാണ് പറയുന്നത്, പക്ഷെ ഇവിടെ കൈ കൊണ്ട് എഴുതുക എന്നല്ലേ പറഞ്ഞത്, അതിന് ടു റൈറ്റ് വിത്ത് എന്ന് തന്നെ നമ്മൾ പറയണം. ഇതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ വലത് കൈ കൊണ്ടാണ് എഴുതുന്നത്. ഇംഗ്ലീഷിൽ ഐ റൈറ്റ് വിത്ത് ദ റൈറ്റ് ഹാൻഡ്. കേട്ടോ, ഐ റൈറ്റ് വിത്ത് ദ റൈറ്റ് ഹാൻഡ്. ആ 2 റൈറ്റിൻ്റെയും സ്പെല്ലിങ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ റൈറ്റ് വലത് എന്ന് അർത്ഥമുള്ള റൈറ്റ് ആണേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചോദ്യം ചോദിക്കുക? ഏത് കൈ കൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം വലത് കൈ കൊണ്ടെന്നുള്ളത് ആ സെൻറ്റൻസിൻ്റെ അവസാനം വന്നു അല്ലേ, ദ റൈറ്റ് ഹാൻഡ് എന്നുള്ളത്. അപ്പോൾ അവിടെ അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വിച്ച് ഹാൻഡ് എന്നുള്ളത് കഴിഞ്ഞിട്ട് ഡു ചേർക്കേണ്ടി വരും. അപ്പോൾ വിച്ച് ഹാൻഡ് ഡു യു റൈറ്റ് വിത്ത് എന്നാണ് ചോദിക്കുക. വിച്ച് ഹാൻഡ് യു റൈറ്റ് വിത്ത് അല്ല, വിച്ച് ഹാൻഡ് ഡു യു റൈറ്റ് വിത്ത്. മറ്റൊന്ന്, 2 റോഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇതിലേത് റോഡാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ആകെ 2 റോഡ്സേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ വിച്ച് റോഡ് എന്ന് പറഞ്ഞ് ചോദ്യം തുടങ്ങേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ പറയുന്നത് ഈ റോഡാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്, ഈ റോഡ്. അപ്പോൾ അവിടെ അത് സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് റോഡ് ഗോസ് ടു ദി എയർപോർട്ട് എന്നായിരിക്കും. മനസ്സിലായോ? വിച്ച് റോഡ് ഗോസ് ടു ദി എയർപോർട്ട്, അതാണ് ചോദ്യം. ഇനി അടുത്തത്, ഏത് ഷർട്ടാണ് നീ ധരിച്ചത് അല്ലെങ്കിൽ നീ ഇട്ടത്? അപ്പോൾ ധരിക്കുക എന്നുള്ളതിന് ടു വെയർ എന്നാണ് പറയുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് വോർ ആണ്, WORE. അപ്പോൾ ഇവിടെ ഞാൻ ഉത്തരമായിട്ട് പറയുന്നത് ഞാൻ പുതിയ ഷർട്ടാണ് ഇട്ടത് എന്നാണ്. അപ്പോൾ എന്ത് പറയും? ഐ വോർ ദ ന്യൂ ഷർട്ട്. പാസ്റ്റ് ടെൻസ് ആണ്, ഐ വോർ ദ ന്യൂ ഷർട്ട്. അപ്പോൾ ഏത് ഷർട്ട്, വിച്ച് ഷർട്ട് എന്നുള്ള ക്വസ്റ്റ്യന് ഉത്തരം ദ ന്യൂ ഷർട്ട്. അത് സെൻറ്റൻസിൻ്റെ അവസാനം ഒബ്ജക്റ്റ് ആയിട്ടല്ലേ വന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോം ചെയ്യുക? വിച്ച് ഷർട്ട് ഡിഡ് യു വെയർ, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. വിച്ച് ഷർട്ട് ഡിഡ് യു വെയർ? ഐ വോർ ദ ന്യൂ ഷർട്ട്. അടുത്തത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ 2 ബസ് കിടപ്പുണ്ട്, ഒരു ബ്ലൂ ബസ്സും ഉണ്ട്, ഒരു റെഡ് ബസ്സും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിലേത് ബസ്സാണ് ഊട്ടിക്ക് പോകുന്നത് എന്നാണ്. ആകെ 2 ബസ്സേ ഉള്ളൂ, അപ്പോൾ വിച്ച് ബസ് എന്ന് തുടങ്ങണമല്ലോ. അപ്പോൾ ഉത്തരമായിട്ട് ഞാൻ പറയുന്നത് ഈ ചുവന്ന ബസ്സാണ് ഊട്ടിക്ക് പോകുന്നത്. ദ റെഡ് ബസ് ഗോസ് ടു ഊട്ടി. അപ്പം എങ്ങനെയാണ് ചോദ്യം വരിക? വിച്ച് ബസ് ഗോസ് ടു ഊട്ടി. ഈ റെഡ് ബസ് എന്നുള്ളതല്ലേ ആൻസർ, സബ്ജക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഡിന് ചേർക്കണ്ട, വിച്ച് ബസ് ഗോസ് ടു ഊട്ടി എന്നാണ് ചോദ്യം. ഇപ്പം നമ്മൾ വിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കണ്ടില്ലേ. ഇനി നമുക്ക് കാണേണ്ടത് ഹൂസ് ആണ്. ഹൂ എന്ന് വെച്ചാൽ ആര് എന്നല്ലേ അർത്ഥം, ആരുടെ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ ഹൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി നമ്മൾ കുറച്ച് പേര് കൂടി ഇരിക്കുകയാണ്, അപ്പോൾ അതിൽ ആരുടെയോ ഫോൺ റിങ് ചെയ്തു. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് ആരുടെ ഫോണാണ് റിങ് ചെയ്തത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം അനുവിൻ്റെ ഫോണാണ് റിങ് ചെയ്തതെന്നാണ്. അതിന് നിങ്ങൾ പറയുന്നത് അനൂസ് ഫോൺ റാങ് എന്നാണ്. റിങ് ചെയ്യുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഈ റാങ് എന്ന് നമ്മൾ പറഞ്ഞത് കേട്ടോ. മണി അടിക്കുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് റാങ്. അപ്പോൾ അനൂസ് ഫോൺ റാങ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആരുടെ, ഹൂസ് എന്നുള്ളതിൻ്റെ ഉത്തരവായിട്ട് വന്നത് അനൂസ് എന്നുള്ളതാണ്. അനൂസ് ഫോൺ, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതുകൊണ്ട് നമ്മളിവിടെ എന്താ ചോദിക്കുക? ഹൂസ് ഫോൺ റാങ് എന്ന് മാത്രമാണ്, അല്ലാതെ ഹൂസ് ഫോൺ ഡിഡ് റിങ് എന്ന് ചോദിക്കേണ്ട. ഹൂസ് ഫോൺ റാങ്, അനൂസ് ഫോൺ റാങ്. ഇത് നോക്കൂ, ആരുടെ നായയാണ് രാത്രിയിലുടനീളം കുരച്ചത്? രാത്രി മുഴുവൻ കുരയായിരുന്നു. ആരുടെ നായയാണ്? അപ്പോൾ ഹൂസ് ഡോഗ് എന്ന് ചോദിക്കണം അല്ലേ. കുരയ്ക്കുക എന്നുള്ളതിന് ടു ബാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി മുഴുവൻ എന്നുള്ളതിന് ഓൾ നൈറ്റ് ലോങ് എന്ന് പറയാം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ നൈറ്റ് എന്നും പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഹൂസ് ഡോഗ് ബാക്ക്ഡ് ഓൾ നൈറ്റ് ലോങ് എന്നാണ്. അപ്പോൾ ആരുടെ നായ എന്നുള്ളതിന് നമുക്കൊരു ഉത്തരം കിട്ടും അല്ലേ. ഇപ്പോൾ അവരുടെ നായ എന്നായിരിക്കും ഉത്തരം വരുന്നത്. അത് നമുക്ക് സബ്ജക്റ്റായിട്ട് വരുന്നത് കൊണ്ട് ഇവിടെ ഹൂസ് ഡോഗ് ബാക്ക്ഡ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇത് നോക്കൂ കേട്ടോ, ആരുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്? അപ്പോൾ ആരുടെ വീട് എന്നുള്ളതിന്
ഹൂസ് ഹൗസ് എന്നാണ് ചോദിക്കുക. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞത് അവർ ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ദേ ലിവ് ഇൻ അവർ ഹൗസ്. ദേ ലിവ് ഇൻ ആ ഹൗസ് എന്നാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ആരുടെ വീട്, ഹൂസ് ഹൗസ് എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് ഇവിടെ വന്നത് എന്താണ്? അവർ ഹൗസ് എന്നാണ്. അത് ആ സെൻറ്റൻസിൻ്റെ ഓബ്ജക്റ്റായിട്ടാണ് വന്നത്, അവസാനമാണ് വന്നത് അല്ലേ? അവിടെ എങ്ങനെയാണ് ചോദ്യം വരിക? ഹൂസ് ഹൗസ് ഡു ദേ ലിവ് ഇൻ. ഹൂസ് ഹൗസ് ദേ ലിവ് ഇൻ എന്നല്ല, ഹൂസ് ഹൗസ് ഡു ദേ ലിവ് ഇൻ. ദേ ലിവ് ഇൻ അവർ ഹൗസ്. ആരുടെ കൂടെയാണ് നീ എടുത്തത്? എടുക്കുക എന്നുള്ളതിന് ടു ടേക്ക് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ ജോണിൻ്റെ കൂടെയാണ് എടുത്തതെന്നാണ്. അപ്പോൾ എന്ത് പറയും? ഐ ടുക്ക് ജോൺസ് അംബ്രല. ഈ ടേക്കിന് പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ, ടുക്ക്. അപ്പോൾ ഇവിടെ ആരുടെ കുട എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് വന്നത് ജോൺസ് അംബ്രേല എന്നാണ് അല്ലേ? അതാണ് ഇവിടെ ഒബ്ജക്റ്റാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താ ചോദിക്കുക? ഹൂസ് അംബ്രേല ഡിഡ് യു ടേക്ക് എന്നാണ്. ഡിഡ് വേണം, കാരണം ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടല്ലേ ആൻസർ വന്നത്. ഹൂസ് അംബ്രേല ഡിഡ് യു ടേക്ക്? ഐ ടുക്ക് ജോൺസ് അംബ്രേല. ഇപ്പം നമ്മൾ കണ്ടത് ഹൂ, വാട്ട്, വിച്ച്, ഹൂസ്. ഇത് നാലും വെച്ചിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് ഡു, ഡസ് അല്ലെങ്കിൽ ഡിഡ് ചേർത്തും അല്ലെങ്കിൽ ചേർക്കാതെയും ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ. ഇതേ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് കൂടെ ഉണ്ട്, ഹൗ മെനി. ചിലപ്പോൾ ഹൗ മച്ചും വരാറുണ്ട്. നമുക്ക് ആദ്യം ഹൗ മെനി നോക്കാം. അപ്പോൾ എണ്ണാൻ പറ്റുന്ന എന്തിനെങ്കിലും കുറിച്ച് എത്ര എന്ന് ചോദിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ ഹൗ മെനി എന്ന് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്, എത്ര കുട്ടികളാണ് വൈകി വന്നത്? വൈകി വരിക എന്നുള്ളതിന് ടു കം ലേറ്റ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് ഉത്തരമുണ്ട്, 5 കുട്ടികളാണ് വൈകി വന്നത്. അത് ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നറിയാമോ? 5 children came late. 5 children came late. അപ്പോൾ എത്ര കുട്ടികൾ? ഉത്തരം 5 കുട്ടികൾ. അപ്പോൾ അവിടെ സബ്ജക്റ്റ് ആണത്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് ചോദ്യം വരിക? ഹൗ മെനി ചിൽഡ്രൻ കെയിം ലേറ്റ്. ഹൗ മെനി ചിൽഡ്രൻ ഡിഡ് കം ലേറ്റ് എന്ന് പറയണ്ട. ഹൗ മെനി ചിൽഡ്രൻ കെയിം ലേറ്റ്? 5 kids came late. പക്ഷെ അടുത്ത ചോദ്യം നോക്കൂ, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. അപ്പം അതിന് ഉത്തരമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് 2 കുട്ടികളുണ്ട്. അപ്പം അത് ഇംഗ്ലീഷിൽ പറയാം ഐ ഹാവ് 2 children എന്നാണ്. ചോദ്യം ഹൗ മെനി ചിൽഡ്രൻ, പക്ഷെ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വന്നേ? ഐ ഹാവ് 2 children. ആ 2 children എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ് ഇവിടെ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? അവിടെ നമ്മൾ ഡു ചേർക്കേണ്ടി വന്നു. ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? ഐ ഹാവ് 2 children. എത്ര പേര് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ജോലി ചെയ്യുക എന്നുള്ളതിന് ടു വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് ചിലപ്പോൾ 50 പേര് ജോലി ചെയ്യുന്നുണ്ട്, 100 പേര് ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും ഉത്തരം വരുന്നത് അല്ലേ? അപ്പോൾ അതവിടെ സബ്ജക്റ്റായിട്ടല്ലേ വരുന്നത്. ചോദ്യം എങ്ങനെ ചോദിക്കും? ഹൗ മെനി പീപ്പിൾ വർക്ക് ഇൻ ദിസ് കമ്പനി എന്ന് മാത്രമാണ്. ഹൗ മെനി പീപ്പിൾ വർക്ക് ഇൻ ദിസ് കമ്പനി, അല്ലാതെ ഹൗ മെനി പീപ്പിൾ ഡു വർക്ക് എന്നൊന്നും പറയണ്ട. ഹൗ മെനി പീപ്പിൾ വർക്ക് എന്ന് ചോദ്യം ചോദിച്ചാൽ മതി. അടുത്തത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എത്ര പുസ്തകങ്ങളാണ് നിങ്ങൾ വാങ്ങിയത്? അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ് ആണ്. ഇതിൻ്റെ ഉത്തരം ഞാൻ 10 പുസ്തകങ്ങളാണ് വാങ്ങിയതെന്നിരിക്കട്ടെ. ഐ ബോട്ട് 10 books എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര പുസ്തകങ്ങൾ? 10 books. അതവിടെ നമുക്ക് ഒബ്ജക്റ്റായിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ എന്താ പറയുക? ഹൗ മെനി ബുക്സ് ഡിഡ് യു ബൈ? മനസ്സിലായില്ലേ? ഹൗ മെനി ബുക്സ് ഡിഡ് യു ബൈ. ഇതേപോലെ ഒരെണ്ണം കൂടെ, എത്ര കസേരകളാണ് നിങ്ങൾക്ക് ആവശ്യം? ഇവിടെ പാസ്റ്റ് ടെൻസ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമായി വരിക എന്നുള്ളതിന് ടു നീഡ് എന്നാണ് പറയുക. എന്താ ചോദിക്കുക? ഹൗ മെനി ചെയേഴ്സ് ഡു യു നീഡ്? കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് 10 കസേരകൾ വേണം എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോൾ അത് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഹൗ മെനി ചെയേഴ്സ് ഡു യു നീഡ് എന്നാണ് ചോദിക്കുക. പക്ഷേ ഈ ഹൗ മച്ച് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും നമുക്കിങ്ങനെ ഡു അല്ലെങ്കിൽ ഡസ്, ഡിഡ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അല്ലാതെയും നമുക്ക് അപൂർവമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയേക്കാം. പക്ഷെ മിക്കവാറും നമുക്ക് ഇതുപോലെ ഡു അല്ലെങ്കിൽ ഡിഡ് ഒക്കെ ചേർക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുകയാണ്, എത്ര പണമാണ് നിങ്ങൾ ചിലവാക്കിയത്? പണം ചിലവാക്കുക എന്നുള്ളതിന് ടു സ്പെൻഡ് മണി എന്നാണ് പറയുക. അപ്പോൾ എത്ര പണമാണ് നിങ്ങൾ ചിലവാക്കിയത്? ഹൗ മച്ച് മണി ഡിഡ് യു സ്പെൻഡ്? ഹൗ മച്ച് മണി ഡിഡ് യു സ്പെൻഡ്? അപ്പോൾ ഈ ഹൗ മച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എണ്ണാൻ പറ്റാത്ത സാധനങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ മണി എന്ന് പറയുന്നത് പണം, അത് എണ്ണാൻ പറ്റുന്നതല്ലേ എന്ന്. ഈ പണം എന്ന് പറയുന്നത് എണ്ണാൻ പറ്റാത്തതായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ കണക്കാക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ, ഈ കറൻസി നോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റും. നോട്ടുകൾ എണ്ണാം, കോയിൻസ് എണ്ണാം, നാണയങ്ങൾ എണ്ണാം. പക്ഷെ പണം
എണ്ണാൻ പറ്റാത്തതായിട്ട് ആ ഒരു എമൗണ്ട് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഹൗ മച്ച് ഈ പണത്തിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അതുപോലെയാണ് സമയത്തിൻ്റെ കാര്യത്തിലും. സമയം നമുക്ക് എണ്ണാൻ പറ്റില്ല. മണിക്കൂറുകൾ, മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡ്സ് ഒക്കെ നമുക്ക് എണ്ണാം. പക്ഷേ സമയം എണ്ണാൻ പറ്റാത്തതായിട്ടാണ്. അതുകൊണ്ടാണ് ഹൗ മച്ച് ടൈം എന്ന് പറയുന്നത്. ഹൗ മെനി ടൈം നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം കൂടെ ഞാൻ പറയാം. നമുക്ക് എത്ര സമയമുണ്ട്? ഹൗ മച്ച് ടൈം ഡു വി ഹാവ് എന്നാണ് അവിടെ ചോദ്യം വരിക. കാരണം ഞാൻ പറയുന്നത് നമുക്ക് 2 മണിക്കൂറുണ്ടെന്നായിരിക്കും. അപ്പോൾ വി ഹാവ് 2 hours എന്ന് പറയും അല്ലേ? വി ഹാവ് 2 hours. അപ്പോൾ ഹൗ മച്ച് എന്നുള്ളതിൻ്റെ ഉത്തരം 2 hours ആണ്. അതവിടെ ഒബ്ജക്റ്റായിട്ടല്ലേ വരിക. അതുകൊണ്ടാണ് ഹൗ മച്ച് ടൈം ഡു വി ഹാവ് എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഹൂ, വാട്ട്, വിച്ച്, ഹൂസ്, ഹൗ മെനി ഒക്കെ വരുന്ന തരം ക്വസ്റ്റ്യൻസ് ആ ഒരു പ്രത്യേക പാറ്റേണിൽ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി അല്ലേ? അതിന് ബേസ് ചെയ്താണ് ഞാനിവിടെ 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. ആർക്കാണ് ഐസ്ക്രീം വേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിന് ഹൂ സ്പേസ് ആൻ ഐസ്ക്രീം. അവിടെ ഹൂ കഴിഞ്ഞിട്ട് വാണ്ട്സ് ആണോ ഹൂ കഴിഞ്ഞ് ഡസ് വാണ്ട് ആണോ വരുന്നത്? നിങ്ങൾ ചൂസ് ചെയ്യൂ. അടുത്തത്, ഏത് വാതിലാണ് തുറന്നത്? അതിന് വിച്ച് ഡോർ സ്പേസ്. വിച്ച് ഡോർ കഴിഞ്ഞിട്ട് ഓപ്പൺഡ് എന്നാണോ ഡിഡ് ഓപ്പൺ എന്നാണോ പറയേണ്ടത്? നിങ്ങൾ പറയൂ. ഇനി മൂന്നാമത്തത്, നീ എന്താണ് വാങ്ങിയത്? അതിന് വാട്ട് ഡിഡ് യു ബൈ എന്നാണോ വാട്ട് യു ബോട്ട് എന്നാണോ പറയുക? നിങ്ങൾ ചൂസ് ചെയ്യൂ. അപ്പോൾ ഈ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. അധികം താമസിയാതെ ഇതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.